ആയിട്ട് തോന്നിയ ഒരു കാര്യം, ഞാൻ ഉൾപ്പെടുന്ന മേഖലയാണ് സിനിമാ മേഖല. പണ്ടൊക്കെ നമ്മൾ സിനിമയിൽ കിരീടം, ചെങ്കോല് എന്നൊക്കെ പറഞ്ഞ സിനിമയിൽ ഗത്യന്തരമില്ലാതെ നായകൻ കൊലപാതകം നടത്തും. അവസാനം ആ കുത്തിയത് തെറ്റായി പോയി എന്ന് പറഞ്ഞ സേതുമാധവൻ എന്നാണ് തോന്നുന്നല്ലേ ലാലേട്ടൻ്റെ ക്യാരക്ടറിൻ്റെ പേര്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. വിതുമ്പി കരയുന്ന സ്ഥലത്താണ് ഹീറോയിസം. ഒരു കുത്ത് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ അടി, ഇതാണ് നമ്മുടെ സിനിമയിലെ മാക്സിമം. ഇന്ന് തോക്ക് കൊണ്ടൊരു 50 വെടിയൊക്കെയാണ്. ചത്ത ആളിനെ പിന്നെയും വെടിവെക്കും, ഇടിച്ച ആളിനെ പിന്നെയും ഇടിക്കും. അപ്പോൾ ഇത് കണ്ട് 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 ഇതിങ്ങനെ പറയുമ്പോൾ തമാശയായിട്ട് പറയുന്നെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തീവ്രമായ എന്തോ ഒരു വികാരം. ഇപ്പം ഞാൻ പറയുന്ന സിനിമയിൽ മാത്രമല്ല, എനിക്ക് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ കുട്ടികളെ ഏറ്റവും അധികം മെൻ്റലി എഫക്റ്റഡ് ആകാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഞാൻ ഉൾപ്പെടുന്ന സിനിമാ മേഖല. എനിക്കെപ്പോഴും കാണാനൊക്കെ ഇഷ്ടമുള്ള സിനിമകൾ എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ അഭിനയിച്ച സിനിമകളും അല്ലെങ്കിൽ നാടോടിക്കാറ്റും അല്ലെങ്കിൽ 2 കൺട്രീസും അല്ലെങ്കിൽ അങ്ങനത്തെ തമാശ സിനിമകളാണ്. അതൊക്കെ മാറി ഇപ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള സിനിമകളിൽ പലപ്പോഴും ഞാൻ കാണുന്നൊരു ഫീലാണ്, ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല, കൊലപാതകങ്ങളും അസഭ്യമായിട്ടുള്ള ഭാഷകൾ ഉപയോഗിക്കലും. അതുപോലെ തന്നെ ഞാനിപ്പോൾ അതിശയത്തോടെ കണ്ട കാഴ്ചയാണ്, എപ്പോഴെങ്കിലും കഞ്ചാവിനെ പറ്റി പറയുന്ന ഒരു ഡയലോഗ് സിനിമയിൽ വന്നാൽ വലിയൊരു കയ്യടിയായിരിക്കും ഓഡിയൻസിൻ്റെ ഭാഗത്തു നിന്ന്. പണ്ട് കഞ്ചാവടിയനാണെന്ന് പറഞ്ഞ് നമ്മൾ ഒരാളെ കണ്ടാൽ പുച്ഛത്തോടെ നോക്കിയിരുന്ന നമ്മൾ ഇന്ന് നല്ല ട്രിപ്പിലാണ് ചേട്ടൻ എന്ന് പറയുന്നത് ഒരു കയ്യടിയായി മാറി. അപ്പോൾ അതിലേക്ക് നമ്മൾ മെല്ലെ മെല്ലെ എത്തിപ്പെട്ടതാ. അതങ്ങനെ വളരെ പെട്ടെന്നുണ്ടായതല്ല, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുണ്ടായ ഒരു പ്രതിഭാസമാണ് ആ ഒരു മാറ്റം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത്രയും കായികമായിട്ട് നമ്മൾ എത്ര ഒരാളെ കുത്തിയാലും നമുക്ക് മതിയാവില്ല, എത്ര വെടിവെച്ചാലും മതിയാവില്ല. അതായത് തമിഴ് സിനിമയിലും ഹിന്ദി സിനിമയിലും അതുപോലെ മലയാളം സിനിമയിലും ഇപ്പോൾ വളരെ ആക്രോശിച്ചുകൊണ്ടാണ് ആൾക്കാർ ഉപദ്രവിക്കുന്നത്. അറിയാതെ ഈ ഉപദ്രവത്തിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടൊക്കെ നമ്മുടെ കലാലയത്തിൽ ഒരു രാഷ്ട്രീയവും ഇല്ലാതെ ഒരു അമ്മ എന്ന നിലയിൽ പറയട്ടെ, നമുക്ക് ഒരുപാട് കുഞ്ഞുങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്നുണ്ട്. കലാലയത്തിൻ്റെ രാഷ്ട്രീയം വേണ്ടാന്നൊന്നും പറയുന്ന ആളല്ല ഞാൻ. പക്ഷേ നമ്മൾ കുറച്ചൊക്കെ പണ്ടൊക്കെ ഞാൻ മോനോട് പറയായിരുന്നു, ഷെയറിങ് ഈസ് കെയറിങ്. പിന്നെ കൊറോണ വന്നപ്പോൾ പറഞ്ഞു, അയ്യോ ഷെയറിങ് ഈസ് നോട്ട് കെയറിങ്, കൊടുക്കരുത്, ഷെയറിങ് ഈസ് കൊറോണ എന്ന് പറയും. പിന്നെ കുട്ടിയുടെ അടുത്ത് പറയും, ഡോണ്ട് ബി സെൽഫിഷ്, ബി കമ്പാഷനേറ്റ് എന്ന് പറയും. പക്ഷെ ഇപ്പം എന്ത് പഠിപ്പിക്കും അതിൻ്റെ കൂടെ? സെൽഫ് ലവ് പഠിക്കണം എന്ന് പഠിപ്പിക്കും. കാര്യം എന്താ വെച്ചാൽ ഇങ്ങനെ വെട്ടിലും കുത്തിലും ഇടിയിലും കഞ്ചാവിലും മയക്കുമരുന്നുകളിലും ഒക്കെ അടിമപ്പെട്ടു പോകുമ്പോൾ ശരിക്കും നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മളെ തന്നെയാണ്. കൂടെ ചിലപ്പോൾ കൂട്ടുകാരുണ്ടാവും, ചിലപ്പോൾ ഒരു ആവേശത്തിന് നമ്മളൊരു ബഹളത്തിൽ പെട്ടുപോകുന്നതായിരിക്കും. അങ്ങനെയുള്ള ആവേശങ്ങളിലൊന്നും പെടാതെ, കാരണം ഓരോ അച്ഛനമ്മമാരെയും നിങ്ങളെ ഓരോരുത്തരെയും ഈ കോളേജിലേക്ക് വിടുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ആ പ്രതീക്ഷകളൊക്കെ നിലനിർത്താൻ പാകത്തിന് നിങ്ങൾ വലിയ അക്കാഡമിക്സിലൊന്നും വലിയ നിലയിൽ എത്തിയില്ലെങ്കിലും നിങ്ങളെ ജീവനോടെ കാണണമെന്ന് നമുക്കൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ? അച്ഛനും അമ്മയ്ക്കും അത്രയെങ്കിലും വേണ്ടേ? അപ്പം നിങ്ങളൊക്കെ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ജീവനോടുകൂടി നല്ല മനുഷ്യരായിട്ട് ഈ കലാലയ ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ചിറകുകളൊക്കെ മുടപ്പിച്ച് പറന്നുയരണം. അതാണ് മുതിർന്നവരുടെയും നമ്മൾ മാതാപിതാക്കളുടെയും ഒക്കെ ആഗ്രഹം. മറിച്ച് ഈ ചിറകുകളൊക്കെ ഒടിഞ്ഞ് പറക്കാൻ പോലും പറ്റാതെ, നിരങ്ങാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് അംഗവൈകല്യമുള്ളവരാവുകയോ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള മയക്കുമരുന്നിന്റെ ഉപയോഗത്തോടു കൂടി ബുദ്ധിഭ്രമിച്ചവരാകുകയോ ഒക്കെ ഉള്ള ഒരു തലമുറയെ നമുക്ക് മുന്നോട്ട് കിട്ടിയിട്ട് എന്താ ആവശ്യം? എനിക്കറിയാം ഇപ്പൊ അങ്ങനെ പറയുന്നൊന്നും നിങ്ങൾക്ക് ആർക്കും ഇഷ്ടാവില്ല, കാരണം ഞാൻ മറ്റേ മോറൽ സയൻസ് ക്ലാസ് എടുക്കണ പോലെ ഇരിക്കും. പക്ഷേ നേരത്തെ നമ്മുടെ ബഹുമാന്യനായ മിനിസ്റ്റർ ഇവിടെ പറഞ്ഞതുപോലെ പലസ്തീനിലെ കാര്യം ഇവിടെ അല്ലാതെ പിന്നെ എവിടെ പറയും എന്ന് പറഞ്ഞതുപോലെ കേരളത്തിലെ കാര്യം ഇവിടെ അല്ലാതെ വേറെ എവിടെ പറയാനാ? അതുകൊണ്ട് പറയാ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം നിങ്ങളുടെ കയ്യിലാണ്. ഇവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ മിനിസ്റ്റർ അടക്കമുള്ള ഇവരുടെ ആരുടെയും കയ്യിലല്ല ഇനിയുള്ള കേരളം.
നമ്മളൊക്കെ ഏജ് ഓവറായി കഴിഞ്ഞു. ഇനിയുള്ള കേരളം നിങ്ങളുടെ കയ്യിലാണ്. ഇനിയുള്ള ലോകവും നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ ആരോഗ്യമുള്ളവരാവണം. ഏതെങ്കിലും ആൾക്കാരുടെ കളിപ്പാവകളായി മാറരുത്. ഏതെങ്കിലും മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയ ചമച്ചു വിടുന്ന ന്യൂസ് മാത്രം ശരി എന്ന് വിശ്വസിച്ച് വരുന്ന ഒരു ന്യൂസിന് താഴെ കമന്റ് എഴുതുന്ന വെറും റോബോട്ടിക് ആയിട്ട് ചിന്തിക്കുന്ന, അതായത് എന്ത് പറയുന്നു അത് മാത്രം ചെയ്യുന്നവരാണല്ലോ റോബോട്ട്. അങ്ങനെ ആവാതെ യുക്തി ഉപയോഗിച്ച് പെരുമാറുന്ന, എന്താണെന്ന് കൃത്യമായി വിശകലനം ചെയ്തതിന് മാത്രം ഒരു അഭിപ്രായം പറഞ്ഞാൽ മതി എന്ന് മനസ്സിലാക്കുന്ന ബുദ്ധിയുള്ള ഒരു തലമുറയായി, വിവേകമുള്ളൊരു തലമുറയായി, സഹാനുഭൂതിയുള്ള ഒരു തലമുറയായി, എമ്പതറ്റിക് ആയിട്ടുള്ള ഒരു തലമുറയായി നിങ്ങൾ വളരട്ടെ.